ഇല്ലല്ലോ, പൗലോസിനെ ഞാൻ കേട്ടില്ല. അതാ ഞാൻ ആദ്യം കേട്ടപ്പോഴത്തേന് യേശുവിനെ പറഞ്ഞത്, അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താഴെ പൗലോസ് കേട്ടില്ല. പൗലോസ് കല്യാണം കഴിച്ചില്ലേ? പത്രോസ് കല്യാണം കഴിച്ചില്ലേ? മറ്റ് ശിഷ്യന്മാരെല്ലാം കല്യാണം കഴിച്ചില്ലേ? പൊട്ട, പരമ പൊട്ടൻ നാറി. അപ്പോൾ പൗലോസ് ഞങ്ങൾ കൊള്ളത്തിലെന്ന് പറഞ്ഞു. വിവാഹം ഒരാൾ കഴിക്കാതിരിക്കുന്നു തീരുമാനിക്കുന്ന നല്ല കാര്യം, പക്ഷെ ഉപദേശമാക്കുമ്പോഴാടാ തെറ്റ് വരുന്നേ. നീ പരമനാറിയായി പോയല്ലോടാ. ഒരാൾ കല്യാണം കഴിക്കുന്നില്ല, നോ പ്രോബ്ലം, അത് തെറ്റല്ല. ഞാൻ ഏകനായി സുവിശേഷ വേല ചെയ്തോളാം എന്നൊരാൾ അങ്ങ് തീരുമാനിക്കുന്നു, അത് വ്യക്തിപരമാടാ. പിന്നെ പൗലോസ് വിവാഹം കഴിച്ചില്ല എന്നത് അത് നിൻ്റെ ധാരണയാണ് കേട്ടോ, അത് നിൻ്റെ വെറും ധാരണയാണ്. അങ്ങനെ കഴിച്ചില്ല എന്നിരിക്കട്ടെ, അങ്ങനെ എവിഡൻസിന് ഒരു വാക്യമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ ഈ യഹൂദ പ്രമാണം പഠിക്കാത്തത് കൊണ്ടാണ് നീ പൗലോസ് വിവാഹിതനല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? നിനക്ക് യഹൂദ പ്രമാണം അറിയില്ലല്ലോ. കാരണം നീ മറ്റേ XXL എന്തോ പറഞ്ഞല്ലോ, ഏതാണ്ട് സാധനം LXX അതുകൊണ്ട് ഒരു സാധനം പറഞ്ഞുകൊണ്ട് വന്നില്ലേ, സപ്തജന് എന്താണ് നീ അല്ലേ പറഞ്ഞേ? XXL എന്നോ LXX എന്നോ അങ്ങാണ്ട് ഒരു സാധനം പറഞ്ഞല്ലോ. അപ്പോഴേ എനിക്ക് നിൻ്റെ കാര്യം പിടികിട്ടി, യഹൂദനെക്കുറിച്ച് നിനക്കൊരു ചുക്കും മണ്ണാകട്ടെ അറിയത്തില്ല എന്നുള്ളത്. സന്നദ്രീം സംഘത്തിലെ അംഗമായിരുന്നു പൗലോസ്, വിശുദ്ധ പൗലോസ്. സന്നദ്രീം സംഘം എന്ന് പറഞ്ഞാൽ തന്നെ 70+1, 70 എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ആയിക്കോട്ടെ, ഇനി 70 അംഗങ്ങളുള്ള ഒരു ജുഡീഷ്യൽ ഫോറമാണ് യഹൂദൻ്റെ സന്നദ്രീം സംഘം. സന്നദ്രീം സംഘം എന്ന് പറയുന്നത് അതിലെ അംഗങ്ങൾ വിവാഹിതർ ആയിരിക്കണം കേട്ടോ, ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന പൊസിഷൻ ഇന്ന് നമ്മൾ പറയത്തില്ലേ, ആ പോസ്റ്റ് ഉണ്ടായിരുന്ന ആളുടെ പേരാണ് പൗലോസ്. അതുകൊണ്ടാണ് മഹോപുരോഹിതന്മാരുമായി അവന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നത്. മനസ്സിലായോ? നിനക്കൊന്നും പറഞ്ഞിട്ട് എന്ത് കാര്യം? പറഞ്ഞ വാദത്തിന് മറുവാദം വന്നു കഴിഞ്ഞപ്പോൾ നിന്നെയാണല്ലോ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് പറഞ്ഞ് നീ ചർച്ചയിൽ നിന്ന് ജോലി